ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സഫ ഫുഡ് ലാൻഡ്. എന്തൊക്കെ എല്ലാവർക്കും സുഖനല്ലേ? നമ്മളും സുഖമായിട്ടിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ സുബഹി മുതൽ വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങളാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ കുറേ ആൾക്കാർ റിക്വസ്റ്റ് ആക്കലുണ്ട് ഇത്താ മോർണിംഗ് റൂട്ടീനും ഒക്കെ ഉൾപ്പെടുത്തണം. അപ്പം ഞാൻ മോർണിംഗിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഈ ഒരു വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ഉപകാരപ്പെടാന്നുണ്ടെങ്കിൽ പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, എന്നാലേ നിങ്ങൾക്ക് ഫുള്ളായിട്ട് മനസ്സിലാവുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ ആ ബെല്ലൈക്കണം പ്രസ് ആക്കട്ടെ, എന്നാലാണ് ഞാൻ വീഡിയോസ് എല്ലാം ഇടുമ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരികയുള്ളൂ. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടു നോക്കാം. എണീച്ചപാട് ഫ്രഷ് ആവലെല്ലാം കഴിഞ്ഞിട്ട് ഇതാ നിസ്കരിച്ചിട്ടില്ലടാ, നേരെ കിച്ചണിലേക്ക് വരുന്നുണ്ട്. കാര്യം ഞാൻ പറയാം, ഞാനിപ്പം പറയലില്ല എനിക്ക് ചുമയിൽ നിന്ന് ഇപ്പം മാറിയിട്ടേ ഇല്ല കേട്ടോ. അപ്പോൾ എൻ്റെ ഉപ്പ വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു വെള്ളം കുടിക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് തിളപ്പിക്കാൻ വെക്കലാം. അപ്പോൾ അതാ കുറച്ച് വെള്ളം എടുത്തിട്ട് ഒരു 1.5 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഗ്യാസ് മേൽ വെച്ചിട്ട് അതിലേക്ക് ഇഞ്ചും കരിഞ്ജീരകല്ലേ അതും കൂടെ, ഒരു ചെറിയ കഷ്ണം ഇഞ്ചും പിന്നെ കരിഞ്ജീരകം 1/4 ടീസ്പൂണ്, പിന്നെ ഒരു 4-5 ഉലുവ, അത്ര തന്നെ മതിട്ടോ, ഉലുവ കൂടി പോകണ്ട, അത്ര എടുത്തിട്ട് ഈ ഒരു വെള്ളത്തിലിട്ടിട്ട് തിളപ്പിക്കാമെന്ന്. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പോയാൽ പിന്നെ അപ്പോൾ വറ്റുമല്ലോ, ഒരു 1/2 ഗ്ലാസ് ആക്കിയിട്ട് മാറ്റണം അത് വറ്റിയിട്ട്, എന്നിട്ട് വേണം കേട്ടോ കുടിക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രാവിലെ തന്നെ വെക്കുന്നതാണ്. അപ്പം എന്നാൽ എൻ്റെ നിസ്കാരം പിന്നെ അതേപോലെ തന്നെ ഓത്തും എൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേന് ആ ഒരു വെള്ളം അവിടെ റെഡി ആയിക്കോളും. ഇതെൻ്റെ മോർണിംഗ് റൂട്ടീനിൽ പെർമനൻ്റായിട്ട് ചെയ്യുന്ന കാര്യമല്ല കേട്ടോ, അതെല്ലാം ഞാൻ വയ്യ കാണിക്കുന്നുണ്ട്. എപ്പോഴും ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇതിപ്പം 10 ദിവസമായിട്ട് അങ്ങനെ ചുമ വന്നതുകൊണ്ട് ചെയ്യുന്ന കാര്യമാണ്. പിന്നെ ഈ കരിഞ്ജീരകം എന്ന് പറഞ്ഞ സാധനമില്ല, ഇത് എല്ലാ രോഗത്തിനും ശമനം എന്നാണ് എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും. പക്ഷെ കൊറോണ വന്ന ആ ഒരു ടൈമിലല്ലേ ഞാനും ഫാദും ഇതേപോലെ തന്നെ ആക്കിയിട്ടെല്ലാം കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ കരിഞ്ജീരകമെല്ലാം ഇട്ടിട്ടെല്ലാം കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കൊറോണ വരുന്ന മുന്നേ, എൻ്റെ കല്യാണത്തിൻ്റെ എല്ലാം മുന്നല്ലേ ഞാൻ കരിഞ്ജീരകം പൊടിച്ചിട്ട് അത് തേനും കൂട്ടിയിട്ട് അന്ന് സുബഹിക്ക് വെറും വയറ്റിൽ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് 1/4 ടീസ്പൂൺ എടുത്തിട്ട് തേനിൽ ചായച്ചിട്ട് അങ്ങനെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അന്നും തന്നെ അൽഹംദുലില്ലാ എനിക്ക് രോഗങ്ങളോ ഒന്നുമില്ലായിരുന്നു കേട്ടോ. അങ്ങനെ പോയിക്കൊണ്ടുണ്ടായിരുന്നു. എന്നിട്ട് എൻ്റെത് കണ്ടിട്ട് എൻ്റെ സിസ്റ്ററും എൻ്റെ കസിനും എല്ലാം ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു കരിഞ്ജീരകം കഴിക്കുന്നത്. പിന്നെ ഞാനത് വിട്ട് മറന്നുപോയി, കല്യാണം എല്ലാം കഴിഞ്ഞ് പിന്നെ അങ്ങനെ മറന്നുപോയി. ഇനി ഇൻഷാ അല്ലാ ഞാൻ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്, കഴുകിയിട്ട് വെയിലത്തിട്ടിട്ട് ഉണക്കിയിട്ട് അങ്ങനെ കുപ്പിയിലാക്കി വെച്ചിട്ട് പൊടിച്ചിട്ട് വെക്കണം, കുറച്ചായിട്ട് പൊടിച്ച് വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാ കാണിക്കട്ടോ. അപ്പോൾ ഇതാ ഞാൻ സുബഹി നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് ഇതാ നമ്മളെ മുന്തിരി വെള്ളത്തിലിട്ട്, ഇതെപ്പോഴും ഞാൻ കുടിക്കുന്നതാണ് കേട്ടോ. അപ്പം ഇതൊരു 4-5 ബ്ലാക്ക് മുന്തിരി എടുത്തിട്ട് നല്ലോണം വാഷാക്കണം കേട്ടോ. വാഷാക്കുന്നതിലാണ് രാത്രി നല്ലോണം തിളപ്പിച്ചിട്ട് ഞാൻ വാഷാക്കലാണ്, ചൂടുവെള്ളത്തിലിട്ടിട്ട് തിളപ്പിക്കും, എന്നിട്ടാണ് കേട്ടോ വേറൊരു വെള്ളത്തിലേക്ക് ഇട്ട് വെക്കൽ. ആ വെള്ളം ഒഴിവാക്കും, എന്നിട്ട് അതാണ് രാവിലെ ഇതാ കുടിക്കുന്നത്. ഇത് ഞാൻ കുറേ ആയിട്ടാണ് കുടിക്കുന്നത്. ഇത് എനിക്കില്ലേ എവിടെയെങ്കിലും പോയിട്ട് നമ്മൾ നിൽക്കുന്നല്ലേ, അപ്പോൾ അത് കുടിച്ചിട്ടില്ലെങ്കിൽ എന്തോ ഒരു സമാധാനക്കേടാണ് കേട്ടോ, എന്തോ ഒരു മറന്ന പോലെ അങ്ങനെ അത് കുടിച്ച് ശീലമായതുകൊണ്ടായിരിക്കും. അതെല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം കുറച്ച് പ്രാർത്ഥനകൾ, ഖുർആൻ ഓതുക, പിന്നെ നമ്മളെ നിത്യജീവിതത്തിലെ പ്രാർത്ഥനകളില്ല, ഇതാ ഈ ഒരു പുസ്തകമില്ല, ഇതും എൻ്റെ അടുത്ത് കുറേ ആയിട്ടാണ്, ഇതും കല്യാണത്തിൻ്റെ മുന്നേ കയ്യിലുള്ളത് തന്നെയാണ്. അപ്പം ഇതിൽ ഞാൻ ഖുർആൻ പരിഭാഷ ഓതലുണ്ട്, ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഇതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ അതിൽ നിന്ന് നമുക്ക് അർത്ഥം വെക്കുന്ന പ്രാർത്ഥനകൾ കിട്ടും. അതായത് ഓരോരോ എന്തിന് കുട്ടികളില്ലാത്തതിന് ഓരോ പ്രാർത്ഥനകളുണ്ടാവും. അപ്പോൾ അതെല്ലാം ഞാൻ എഴുതിയിട്ട് വെക്കും, ഇങ്ങനെ എഴുതിയിട്ട് വെച്ചിട്ട് ഇതിൽ ഒട്ടിച്ച് വെച്ചിട്ട്, ഞാൻ ഇപ്പോൾ എഴുത്ത് കാണിക്കുന്നില്ലേ, അത് ഞാൻ എഴുതിയിട്ട് ഇതിൽ ഒട്ടിക്കുന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ നിത്യജീവിതത്തിലെ രാവിലെയും വൈകുന്നേരമുള്ള പ്രാർത്ഥന ഇല്ലേ, അതിൻ്റെ കൂടെ തന്നെ അതും ഞാൻ ചെല്ലലാണ്. പിന്നെ തൗബ, പിന്നെ നമ്മളെ അസ്മാഉൽ ഹുസ്ന, അതെല്ലാം ഞാൻ ഇതിൽ തന്നെ ഒട്ടിച്ചിട്ട് അങ്ങനെ വെച്ചതാണ് കേട്ടോ. രാവിലത്തെയും വൈകുന്നേരത്തെയും ആ ഒരു പ്രാർത്ഥന ഇല്ലേ, അത് കഴിഞ്ഞാൽ തന്നെ സത്യം പറഞ്ഞാൽ മനസ്സിന് ഭയങ്കര സമാധാനം കേട്ടോ. കാര്യം അത് നമ്മൾ അർത്ഥം അറിഞ്ഞിട്ട് തന്നെ ചെല്ലണം. അപ്പം അതിൻ്റെ ഒരു ആപ്പെല്ലാം ഉണ്ട്,
അപ്പം അത് നിത്യജീവിതത്തിലെ പ്രാർത്ഥനകളുടെ ഒരു ആപ്പ് ഉണ്ട്, ഞാൻ ഫോണിലുണ്ട്, എൻ്റെ ഫോണിലും ഉണ്ട്. ഞാനത് മുന്നേ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പുസ്തകം എൻ്റെ അടുത്ത് കുറേ ആയിട്ടാണ് ഞാൻ വാങ്ങിച്ചിട്ട്, എവിടുന്നോ വാങ്ങിച്ചതാണ്, എൻ്റെ ഫ്രണ്ട് തന്നതാണ് കേട്ടോ എനിക്ക്. അതെൻ്റെ കയ്യിൽ കുറേ ആയി. അതിൽ ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര മനസ്സമാധാനം എന്നിട്ടാണ്. കാര്യം അതിൽ നമ്മൾക്ക് അള്ളാഹിനോട് പറയേണ്ട എല്ലാ കാര്യങ്ങളും ആ ഒരു പ്രാർത്ഥന, നിത്യജീവിതത്തിൽ രാവിലെയും വൈകുന്നേരം ചെല്ലുന്ന ആ ഒരു പ്രാർത്ഥനയിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അതൊന്ന് ചൊല്ലിയിട്ട് കഴിയുമ്പം നമ്മളെല്ലാ കാര്യങ്ങളും അള്ളാഹിൻ്റെ അടുത്ത് നമ്മളെ കാര്യങ്ങളൊക്കെ അള്ളാഹിനെ ഏൽപ്പിക്കലാണ്. ചെല്ലുന്നവർക്ക് അത് മനസ്സിലാവും. എന്തായാലും അർത്ഥം അറിഞ്ഞിട്ട് തന്നെ ചെല്ലണം കേട്ടോ, എന്നാലാണ് നമുക്ക് അറബി അർത്ഥം അറിയില്ലല്ലോ. പിന്നെ അതേപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഖുർആനും നമ്മളെ കൊണ്ട് കഴിയുന്നത് അത്ര ഓതുക. എപ്പോഴാണെന്നൊന്നുമില്ല കേട്ടോ, എപ്പോഴും വേണമെങ്കിലും ഓതാം അങ്ങനെ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ സ്കിൻ കെയർ ആണ്. അപ്പോൾ രാവിലെ ഞാൻ ടോണറായിട്ട് ഉപയോഗിക്കൽ റോസ് വാട്ടറും അതുപോലെ തന്നെ ഗ്ലിസറിനാണ് കേട്ടോ. അത് ഈ ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് വെച്ചതാണ്. ഇത് ഞാൻ എല്ലാ വ്ളോഗിലും കാണിക്കലുണ്ടല്ലോ, ഡെയിൻമേ ലൈഫെല്ലാം ചെയ്യുമ്പോൾ. അപ്പോൾ കുറേ ആൾക്കാർ കമൻറ്റിലൂടെ ചോദിക്കലുണ്ട് അതെങ്ങനെ യൂസ് ആക്കലെന്ന്. ഇപ്പോൾ നിങ്ങൾ ഒരു കപ്പ് റോസ് വാട്ടർ എടുക്കുകയെന്നുണ്ടെങ്കിൽ അതിലൊരു 2 ടേബിൾ സ്പൂൺ ഗ്ലിസറിൻ ഒഴിച്ചെടുത്താൽ മതി. എന്നിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് ഇതുപോലെ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് വെച്ചാൽ പിന്നെ രാവിലെ നമ്മൾ ഫേസ് വാഷെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം കൈ വെച്ചിട്ട് ടാപ്പാക്കി കൊടുക്കുക. എന്നിട്ട് പിന്നെ അത് ഉണങ്ങിയതിന് ശേഷം പിന്നെ മോയ്സ്ചറൈസർ ഇട്ടെടുത്താൽ മതി കേട്ടോ. ഞാൻ ഡോക്ടർ ഷത്തിൻ്റെ മോയ്സ്ചറൈസറാണ് കേട്ടോ യൂസ് ആക്കുന്നത്. അത് തീർന്നിട്ടുണ്ടായിരുന്നു, ഞാൻ നാട്ടിൽ നിന്ന് വരുന്ന മുന്നേ അപ്പോൾ വാങ്ങിച്ചതല്ലായിരുന്നു. പിന്നെ അത് തീർന്ന് ചെറുതായിരുന്നു കേട്ടോ വാങ്ങിച്ചത്. പിന്നെ ഇവിടെ കിട്ടാനില്ല, ഇവിടെ ലുലുവിലൊന്നും പോയിട്ട് കിട്ടിയില്ല. പിന്നെ സെറ്റാഫീലിൻ്റെ അത് വാങ്ങിച്ചതാണ് കേട്ടോ മോയ്സ്ചറൈസർ. ഇതും നല്ലതാണ്, ഇതിനെ മുന്നേ യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പം മോയ്സ്ചറൈസറായിട്ട് ഇതാണ് കേട്ടോ യൂസ് ആക്കൽ. പിന്നെ ലിപ് ബാം സുവായിൻ്റെ സെല്ലുകളിൽ ഞാൻ നാട്ടിലുള്ള ടൈമിൽ പോയിനല്ലേ, അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ പ്രൊഡക്റ്റിനാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ലിപ് ബാം അടിപൊളിയാണ്. അപ്പം അത് രാത്രിയും അങ്ങനെ ലിപ് ബാമായിട്ട് ഉപയോഗിക്കലുണ്ട്, രാവിലെയും തേക്കലുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയുക, എസിയും ഫാനൊക്കെ ഇങ്ങനെ ഇടുമ്പോൾ ഡ്രൈ ആയി പോകണ പോലെ തോന്നലുണ്ട്. അപ്പോൾ അത് തേക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു മോയ്സ്ചറൈസ് ഉള്ള പോലെ എന്നിട്ട് ചുണ്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഡ്രൈ ആയ പോലെയൊന്നും. അപ്പോൾ അത് യൂസ് ആക്കലുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഹാളിൽ പോയിട്ട് കർട്ടനൊക്കെ ഒന്ന് നീക്കി. ഇപ്പോൾ ചെറിയൊരു തണുപ്പും ഒക്കെ ആയിട്ട് എൻ്റെ ചെടികളൊക്കെ ഒന്ന് ഇങ്ങനെ നോക്കിയതാണ് കേട്ടോ. എന്നിട്ട് നേരെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളുണ്ടാക്കിയ വെള്ളം ഉണ്ടല്ലേ, അത് ഞാൻ തീ ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ വന്നിട്ട് തീ ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നു, എന്നിട്ട് മൂടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാനിതാ ജഗ്ഗിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ മൊത്തത്തിൽ കുടിക്കും കേട്ടോ. ഞാൻ രാവിലെ എല്ലാം കുടിക്കുന്ന ഒരു ഗ്ലാസ് ഉണ്ട്, വലിയ ഗ്ലാസ്. ആ ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം എന്നിട്ടാണ് എടുത്തിരുന്നത്. ഇപ്പോൾ ഒരു 1/4 ആയിട്ടുണ്ടാവും, ആ ഒരു ഗ്ലാസ്സിന് 1/2 ആയിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ ചെറിയ ഗ്ലാസ്സിന് ഇപ്പോൾ ഇത് 2 ഗ്ലാസ് ഉണ്ടായിരിക്കും കേട്ടോ. ചെറിയ നമ്മൾ സാധാരണ നോർമൽ എപ്പോഴും കുടിക്കുന്ന ആ ഒരു കപ്പില്ലേ, അതിന് 2 ഗ്ലാസ് ഉണ്ടായിരിക്കും. പിന്നെ അതിൻ്റെ കൂടെ എന്തെങ്കിലും നട്ട്സ്, ഈത്തപ്പഴം അങ്ങനെ എന്തെങ്കിലും കഴിക്കലുണ്ട് കേട്ടോ. ഇത് ഞാൻ എപ്പോഴും കുറേ ആയിട്ട് ഇതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. ഇപ്പോഴെന്നല്ല, എപ്പോഴും ഞാൻ കഴിക്കലുണ്ട്. എന്തെങ്കിലും 2 ഈത്തപ്പഴമെങ്കിലും കഴിക്കൂട്ടെ, എന്തെങ്കിലും ഒന്ന് കഴിക്കും. ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ ഈത്തപ്പഴമെങ്കിലും കഴിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ ഉള്ള അതിൻ്റെ അടുത്ത് എന്തെല്ലാം നട്ട്സ് ഉണ്ട് അതെല്ലാം എടുത്തേക്കണ്. അപ്പോൾ ഞാൻ സൺഫ്ലവറിൻ്റെ സീഡില്ല, പിന്നെ വാൾനട്ട്, ഈത്തപ്പഴം, ഇതാണ് ഇപ്പം എൻ്റെ അടുത്തുള്ളത്. ഇതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഈത്തപ്പഴമെങ്കിലും ഞാൻ കഴിക്കും. ഇതൊന്നും എപ്പോഴും ഉണ്ടാവില്ലൊന്നും ഇല്ല കേട്ടോ. ഉള്ളപ്പോൾ എന്താ വെച്ചാൽ അതങ്ങനെ നട്സായിട്ട് അങ്ങനെ കഴിക്കലാന്ന്. അപ്പോൾ അതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. എൻ്റെ സൗണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ ഉറക്കെ സംസാരിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഈ വോയിസ് ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത്. ഉറക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് സൗണ്ടിന് പ്രോബ്ലം വരികയെന്ന്, അതായത് ശ്വാസത്തിന് എന്തോ ഒരു തടസ്സം പോലെ വരികയെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നല്ല സൗണ്ടിൽ ഇപ്പോൾ സംസാരിക്കുന്നില്ല. നിങ്ങൾ വിചാരിക്കും എന്താ സ്വകാര്യം പറയുന്നതല്ല. സോറി, നിങ്ങൾക്ക് ഡിസ്റ്റർബ് ആകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് വീഡിയോ കാണണ്ട കേട്ടോ. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഒരു സ്മൂത്തി പോലെ ആക്കാമെന്ന് കേട്ടോ. കാര്യം എന്നല്ല, നമ്മൾ നൈറ്റിൽ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഫുഡ് കഴിച്ചത്. അപ്പോൾ ഹെവി ആയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ദിവസങ്ങളിൽ നമ്മൾ രാവിലെ ഇതുപോലെ കേട്ടോ കഴിക്കൽ. അപ്പോൾ ഞാൻ ഇത് പൊടിച്ച് വെച്ചതാണ്. ഇതിൻ്റെ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനത് പൊടിക്കുമ്പോൾ വീഡിയോ ചെയ്തിട്ടില്ല, മുന്നേ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിലക്കടല, പിന്നെ ബദാം, റാഗി, ഓട്സ്, ഫ്ലാക്സ് സീഡ്, ഇതെല്ലാം ഞാൻ പൊടിച്ചിട്ട് ഇങ്ങനെ ബോട്ടിലാക്കിയിട്ട് വെച്ചതാണ്. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് 2 ആക്കും കൂടി കേട്ടോ ആക്കുന്നുള്ളത്. 1 ഗ്ലാസ് പാലൊഴിച്ചിട്ട് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 6 സ്പൂണ് ആ ഒരു പൗഡർ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന്
തിളപ്പിച്ചിട്ട് കുറുക്കിയെടുക്കുന്നുണ്ട്. ഒന്ന് തിളച്ചിട്ട് ആകുമ്പോഴത്തേനും ഇത് റെഡി ആവും കേട്ടോ. അപ്പോൾ ദാ നല്ല രാത്രി കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അതിൻ്റെതായ സ്ഥലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പ് തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉപ്പിൻ്റെ പാത്രം ഞാൻ കഴുകിയിട്ട് കമിഴ്ത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഉപ്പ് ഫില്ലാക്കലാണ്. ഈ ഒരു ഉപ്പിൻ്റെ എന്താ പറയുക, പാക്കറ്റ് പൊട്ടിക്കുമ്പോൾ അല്ലേ, ഈ ഒരു ചെറിയ ബോട്ടിൽ പൊട്ടിക്കുമ്പോൾ എപ്പോഴായാലും പുറത്ത്, അതായത് ഇങ്ങനെ പുറത്ത് ചിന്തലുണ്ട് കേട്ടോ. അത് കുറച്ച് റിസ്ക്കാണ് ഇങ്ങനെ എടുക്കാൻ. പിന്നെ ഇത് തുറക്കാതെ ആ ചെറിയ ഹോൾസിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ മൊത്തത്തിൽ ഈ ഒരു പാത്രത്തിലേക്ക് ആക്കണം ഉപ്പിൻ്റെ. അപ്പോൾ അതെന്തായാലും ടൈം ഓടിക്കുമല്ലോ. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ആ ഒരു കുപ്പിൻ്റെ മൂടി മൊത്തത്തിൽ ഓപ്പൺ ആക്കും. പക്ഷേ അത് ഓപ്പൺ ആക്കുമ്പോൾ കുറച്ച് പുറത്ത് പോകും കേട്ടോ. എപ്പോഴായാലും അങ്ങനെ സംഭവിക്കലുണ്ട്. അപ്പോൾ ഞാനൊരു 5-6 വ്ളോഗിൻ്റെ മുന്നേ കേട്ടോ ഉപ്പ് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇതേപോലെ ഇടുമ്പോൾ എൻ്റെ അടുത്ത് ഇതേപോലെ തന്നെ ചിന്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ, അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനത് കട്ട് ചെയ്തിട്ട് വീഡിയോ ഇട്ടത് കേട്ടോ. ഞാൻ ബോട്ടിലേക്ക് നിറക്കുന്ന വീഡിയോസാണ് ഇട്ടത്. അപ്പോൾ എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിന്, ഇത്താ നിങ്ങൾ ഉപ്പിൻ്റെ ആ ഒരു ബോട്ടിൽ പൊട്ടിച്ചപ്പം കുറച്ച് പുറത്തെല്ലാം പോയില്ലേ എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിച്ചിട്ടിട്ടാ. അത് ശരിയാണ്, അവരും ചിലപ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കും, ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ പുറത്ത് പോകുന്നുണ്ടാവും. അതാര് പൊട്ടിച്ചാലും അങ്ങനെ പുറത്ത് പോകും. നമ്മളെന്തായാലും കുറച്ച് ധൃതിയിലല്ലേ ചെയ്യൽ, നമ്മൾ സമാധാനത്തിൽ അങ്ങനെ ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ എന്തായാലും ഇങ്ങനെ കുറച്ചിട്ട് അധികമൊന്നുമല്ല, കുറച്ചിങ്ങനെ എന്തായാലും പോവും. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചെടുത്ത് ഇനിയിപ്പോൾ അതാ ഇന്നൊരു മട്ടൻ പുലാവാക്കാമെന്ന് വിചാരിച്ചിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മട്ടൻ എടുത്തിട്ട് വെള്ളത്തിലിട്ടിട്ട് വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതാ ഫാദർ പോകാനായിട്ടുണ്ട് കേട്ടോ. ഫാദർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതാ ഞാൻ തിളച്ചിട്ട് അവിടെ ഓഫാക്കിയിട്ട് വെച്ചിന് കേട്ടോ. അപ്പോൾ ഫാദർ പോകാനായപ്പോൾ വേഗത ഗ്ലാസ്സിലേക്ക് കുറച്ച് ഫാദറിനുള്ളത് ഒഴിച്ചു കൊടുത്തിട്ട് എനിക്കുള്ളത് അവിടെ തന്നെ വെക്കുന്നുണ്ട്. ഇപ്പം ഞാൻ കുടിക്കുന്നില്ല, ഞാൻ കുറച്ച് നട്ട്സും കാര്യങ്ങളൊക്കെ കഴിച്ചതല്ലേ. അപ്പോൾ ഫാദറിനുള്ള ഈത്തപ്പഴം അങ്ങനത്തെ എല്ലാം ഇതിലേക്ക് തന്നെ കട്ട് ചെയ്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്തിട്ട് ഇടാം. ഇപ്പം ഞാൻ ഈത്തപ്പഴം മാത്രം അങ്ങനെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഫാദറിന് കൊണ്ടുപോയി കൊടുക്കല, എൻ്റെത് അവിടെ മൂടിയിട്ട് വെക്കുന്നുണ്ട്. പിന്നെ കുറേ ആൾക്കാർ കമൻറ്റിലൂടെ ചോദിക്കില്ലേ, ഇത്താ നിങ്ങളിങ്ങനെ വെയിറ്റ് കുറഞ്ഞെന്നല്ല. ഞാനിങ്ങനെ തന്നെ കേട്ടോ, ഞാനിങ്ങനെ എന്തെങ്കിലും ഹെവി ആയിട്ട് കഴിക്കുന്ന, രാത്രി എന്തെങ്കിലും കഴിച്ചാൽ പിന്നെ രാവിലെ എന്തെങ്കിലും സിമ്പിളായിട്ട് എന്തെങ്കിലും കഴിക്കും. പിന്നെ ലഞ്ചായാലും എന്തെങ്കിലും കുറച്ച് കഴിക്കും. പിന്നെ രാത്രി കുറച്ചൊന്ന് ഹെവി ആയിട്ട് കഴിക്കും. അന്ന് ഉച്ചക്കൊക്കെ അത്ര ഹെവി ആക്കൂല. അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ചായിട്ട് അങ്ങനെ കുറക്കുന്നതാണ് കേട്ടോ. ഞാൻ പറയില്ലേ, എന്നെ കാണുന്നവർ പറയലുണ്ട്, വീഡിയോയിൽ ഞാൻ തടി തോന്നിക്കുന്നുണ്ടെങ്കിലും എന്നെ കാണുന്നവർ എല്ലാവരും പറയലുണ്ട് കേട്ടോ, നീ വീഡിയോസിൽ കാണുന്ന അത്ര തടിയൊന്നും ഇല്ല കേട്ടോ, തടി വെറുതെ കുറയ്ക്കണ്ട, നിൻ്റെ ഫേസിലുള്ള ആ ഒരു ചബ്ബി അങ്ങനെ ഇരിക്കട്ടെ, വെറുതെ കുറയ്ക്കണ്ടെന്ന്. പക്ഷേ ഞാനില്ലേ തടി കുറച്ചിട്ട് 2-3 വർഷം മുന്നേ ഞാൻ തടി കുറച്ചൊരു വീഡിയോസ് എല്ലാം ഇട്ടീനല്ലോ. അതിൽ എൻ്റെ കവളെല്ലാം ഒട്ടിയിട്ട് യാല്ലാ എൻ്റെ പല്ലിനോട് ഒട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫാദർ, ഞാൻ നാട്ടിൽ നിന്ന് തടി കുറച്ചിട്ട് ഇങ്ങോട്ട് വന്നത്, അപ്പം എൻ്റെ അടുത്ത് ഫാദർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോളെ വേഗം ഒരാഴ്ച കൊണ്ട് തടി കൂട്ടിക്കോ, അല്ലാന്നുണ്ടെങ്കിൽ വേഗം നാട്ടിലേക്ക് വിട്ടോ, എനിക്ക് കാണാൻ കഴിയുന്നില്ല നിന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ 1 മാസം കൊണ്ട് തടി വെച്ചിട്ടാ, ഫുഡ് കഴിച്ചിട്ട് തടി വെച്ച്. ഇപ്പോൾ ദാ ഫാദർ പോയി. അതിനിപ്പം ഒന്ന് റൂമും അതുപോലെ ഹോളൊക്കെ ഒന്ന് അടിച്ചേരിയിട്ട് എടുക്കാനാണ്. ഇന്ന് തുടക്കാനില്ല കേട്ടോ, ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഫുള്ളായിട്ടൊന്ന് തട്ടിക്കൊട്ടാതെ ഒന്ന് അടിച്ചേരിയിട്ടെല്ലാം പൊടിയൊക്കെ ഉണ്ട്, ഒന്ന് അടിച്ചേരിയിട്ട് എടുക്കാനുണ്ട്. അപ്പോൾ അതാ ഞാൻ നമ്മളെ ബെഡ്ഷീറ്റും ബെഡൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി വിരിച്ചിട്ട് ഒക്കെ ഇടലാം. ഈ ഒരു ടൈമിലാണ് കേട്ടോ ഇതെല്ലാം ചെയ്യൽ. ഇതൊക്കെ എൻ്റെ ഡെയിലി റൊട്ടീൻ തന്നെയാണ് കേട്ടോ, ഇതിലൊന്നും മാറ്റമില്ല. ഞാൻ ആ ചുക്ക് വെള്ളം ഉണ്ടാക്കില്ല, അത് മാത്രമേ മാറ്റുള്ളൂ. ബാക്കിയെല്ലാം എൻ്റെ ഡെയിലി റൂട്ടീൻ തന്നെ. ഞാനിങ്ങനെ എപ്പോഴും നമ്മൾ മറക്കാതെ ചെയ്യുന്നത്, അതായത് നമ്മൾ മറന്നാലും നമ്മൾ ഓട്ടോമാറ്റിക്കലായിട്ട് ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളില്ലേ, അതൊക്കെയാണ് കേട്ടോ ഈ അപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ സോഫയിലിരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ കഴിച്ചിട്ടാ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ഷോള് വെച്ചിട്ട് ഇങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ നമ്മൾ തുടച്ചെടുക്കണക്കാട്ടും നല്ലത് ഇതുപോലെ എന്തെങ്കിലും ഷോള് വെച്ചിട്ട് ഇങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും പൊടികളാ എന്തെങ്കിലുമൊക്കെ കൊഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോകുന്നുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഷോൾ വെച്ചിട്ട് തട്ടലാന്നിട്ട് അന്ന് പിന്നെ അടിച്ചേരൽ. അപ്പോൾ അതിൻ്റെ ഒരു പില്ലോ അതെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ടെല്ലാം വെച്ച് ഈ ഒരു ടൈമിലാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ എൻ്റെ മനസ്സിൽ നമ്മളെപ്പോഴും ഒരേപോലെ അല്ലേ ഇങ്ങനെയൊക്കെ സോഫൊക്കെ അന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അപ്പം ചിലപ്പോൾ എനിക്ക് തോന്നും ഇതൊന്ന് ചേഞ്ച് ആക്കിയിട്ടാലോ ഈ ഒരു ടൈമിലാണ് കേട്ടോ. എപ്പോഴും ചേഞ്ച് ആക്കലില്ല, ഫാദറിൻ്റെ അടുത്ത് നിന്ന് വെട്ട് കേൾക്കലുണ്ട്, എന്തിനാ ഒറ്റയ്ക്ക് ഇങ്ങനെ വലിക്കുന്നു, ഇങ്ങനെ വെയിറ്റൊന്നും അങ്ങനെ എടുക്കണ്ടെന്നെല്ലാം പറയലുണ്ട്. എന്നാലും എനിക്കൊരു ചിലപ്പോൾ ഒരു പിരാന്തിളകല. അപ്പം ഞാൻ എല്ലാം ഒന്ന്
ചെറുതായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ചേഞ്ച് ആക്കലുണ്ട് കേട്ടോ. താഴെട്ടാ വലിയ മാറ്റ് അതൊന്നും എടുത്തിട്ട് തട്ടിക്കൊട്ടിയിട്ടൊന്നും ഇല്ല കേട്ടോ. അതിന് ചുറ്റുഭാഗത്തും ഇങ്ങനെ കണ്ട് അടിച്ചു വാരിയിട്ടുള്ളൂ. ജസ്റ്റ് ഒന്നിങ്ങനെ അടിച്ചു വാരാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാതെ ഫുള്ളായിട്ട് തുടക്കുന്ന ദിവസം ഞാൻ മൊത്തത്തിൽ എന്താ പറയുക മാറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വാഷാക്കാനുള്ളത് വാഷാക്കും. അങ്ങനെ ഇപ്പം ഞാനതൊന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ഒന്നിങ്ങനെ തുടച്ചെടുത്തതാണ്. പിന്നെ ടേബിളും ഒക്കെ ഒന്ന് നനഞ്ഞ തുണി വെച്ചിട്ട് അങ്ങനെ തുടച്ചെടുത്ത് അപ്പോൾ ക്ലീൻ ആക്കൽ നമ്മളത് കഴിഞ്ഞിട്ടോ. ഈ ഒരു ടൈമിൽ ചിലപ്പം ഞാൻ എൻ്റെ സ്കിൻ കെയർ എന്തെങ്കിലും ചെയ്യലുണ്ട് കേട്ടോ. എന്തെങ്കിലും മാസ്ക് ഇടുക എന്തെങ്കിലും ചെയ്യും. പക്ഷേ ഇപ്പം ഞാൻ ഇടുന്നില്ല. ഇപ്പം ഞാൻ എന്തെങ്കിലും വർക്കൗട്ട് ചെയ്യലുണ്ട് രാവിലെ. കൂടുതലും സ്കിപ്പ് ചെയ്യലാണ് കേട്ടോ. 20-25 പ്രാവശ്യം അങ്ങനെ സ്കിപ്പ് ചെയ്യലാണ്. ഇപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് സുംബ ഡാൻസ് തുടങ്ങിയിട്ടുണ്ട്. അതായത് നമ്മളെ ആര്യ സുംബ ഡാൻസില്ലേ, അപ്പം അവരെ വർക്കൗട്ടാണ് കേട്ടോ. ഞാൻ കുറേ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര വ്യത്യാസമാണ്. അവർ ചെയ്യുന്ന പോലെ നമ്മൾ ടി വിയിൽ ഞാൻ ഇടും, എന്നിട്ട് അതുപോലെ ചെയ്യലാണ് കേട്ടോ. അവർ നമുക്ക് എവിടെയെല്ലാം ഫാറ്റ് ഉണ്ട്, അപ്പം അടുത്ത ഫാറ്റെല്ലാം കുറക്കാനുള്ള വർക്കൗട്ടും കാര്യങ്ങളെല്ലാം അതിൽ പറയുന്നുണ്ട്. അപ്പം എൻജോയ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാമല്ലോ ഈ സുംബ ഡാൻസ്. അപ്പം അത് ആ ഒരു വർക്കൗട്ട് എടുക്കലാണ്. എൻ്റെ സുംബ ഡാൻസുകൾ നേരിട്ട് കണ്ടാൽ ചിലപ്പോൾ ചിരിച്ച് ചാവും. ഫാദറിനെ അവിടെ ചിരിക്കലുണ്ട്. പിന്നെ അപ്പോൾ ഞാൻ കുറച്ചായിട്ടാണ് മ്യൂസിക് ഇട്ടിട്ടുള്ളൂ. കാര്യം വേഗം കോപ്പിറൈറ്റ് വരും. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെ കേൾപ്പിച്ചു തന്നതാണ്. അപ്പോൾ വർക്കൗട്ടെല്ലാം കഴിഞ്ഞിട്ട് അതോ നല്ലോണം വയർക്കും കേട്ടോ. പിന്നെ ഞാൻ സ്കിപ്പാക്കുകയും ചെയ്ത് 25 പ്രാവശ്യം. പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് പിന്നെ എൻ്റെ ഫ്രഷ് ആവലും എല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളമെല്ലാം കുടിച്ചിട്ട് നേരെ കിച്ചണിലേക്ക് വന്നതാണ്. അപ്പം നമ്മൾ മട്ടണില്ലേ, നല്ലോണം മഞ്ഞപ്പൊടി കുറച്ച് നല്ലോണം കഴുകിയതിന് ശേഷം കുറച്ച് മഞ്ഞപ്പൊടിയും സുറുക്കിയിട്ടിട്ട് ഒരു അരമണിക്കൂർ വെക്കുന്നുണ്ട് അതിൻ്റെ സ്മെല്ലെല്ലാം പോകാനായിട്ട്. അപ്പോൾ അതിൻ്റെ ശേഷം ഞാനിതാ കുറച്ച് വിശന്നിട്ടുണ്ട് കേട്ടോ. ആ ഒരു ടൈമിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച ബാക്കിയുള്ള സ്മൂത്തി ഉണ്ടല്ലേ, രാവിലെ ഫാത്തിന് ഉണ്ടാക്കി വെച്ച ബാക്കിയുള്ളത്, അത് ഈ ഒരു ടൈമിൽ ഞാൻ കുടിക്കുന്നുണ്ട്. അതെല്ലാം കുടിച്ച് കഴിഞ്ഞ് പിന്നെ ഫോണെല്ലാം കുറച്ചേരം നോക്കിയിട്ട് നേരെ കിച്ചണിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഒരു ഈസി ആയിട്ടുള്ള ബിരിയാണിയാണ് കേട്ടോ. ഇതിപ്പം 1 കിലോ മട്ടൺ ഉണ്ടാവും. അതിതാ മഞ്ഞപ്പൊടിയെല്ലാം ഇട്ട് വെച്ചതായിരുന്നില്ല അതിൻ്റെ സ്മെല്ലെല്ലാം പോകാനും. അതിതാ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിതാ കുക്കറിലേക്ക് ചേർത്തെടുത്തിട്ടുണ്ട്. ഈ 1 കിലോ മട്ടന് മൊത്തത്തിൽ ഞാൻ പുലാവ് ആക്കുന്നില്ല, കുറച്ചെടുത്തിട്ട് സൂപ്പും കൂടി ആക്കുന്നുണ്ട് രാത്രിക്കൊക്കെ. അപ്പോൾ അതാ മൊത്തത്തിൽ ഇപ്പം ഞാൻ വേവിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ കുരുമുളക് പൊടിയും പിന്നെ അതേപോലെ തന്നെ ഫ്രഷ് ആയിട്ടുള്ള കുരുമുളക് പൊടി ചേർക്കുക കേട്ടോ. അങ്ങനെ ക്രഷാക്കിയിട്ട് ചേർത്തെടുക്കാം. പിന്നെ കുറച്ച് തോനെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. മട്ടന് പിന്നെ കുറച്ച് കൂടുതൽ വേവ് വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു 5-8 വിസിലാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനിതാ മട്ടൻ പുലാവിലേക്കും അതുപോലെ തന്നെ സൂപ്പിലേക്കും ഉള്ള വെജിറ്റബിൾ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. തൊലിയെല്ലാം കളഞ്ഞിട്ട് ക്ലീൻ ആക്കിയിട്ട് കഴുകിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കട്ടെ. പുലാവ് ഇപ്പം ഉണ്ടാക്കുന്നത് ഒരു 3/4 കിലോത്തിൻ്റെ കുറവായിരിക്കും കേട്ടോ ഇറച്ചി. അത് വേവുമ്പം കുറയുമല്ലോ. 1 കിലോന് വെച്ചിട്ട് അതിൽ നിന്നിപ്പം നമുക്ക് സൂപ്പും ആക്കണം. ബാക്കിയുള്ളതല്ലേ ഞാൻ പുലാവാക്കാണ് എടുക്കുന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 3/4 കിലോത്തിൻ്റെ കുറവായിരിക്കും മട്ടൻ ഉണ്ടാവുക. അപ്പം അതിനുള്ള ഒരു 2.5 ഉള്ളി, അതായത് ചെറിയ ഉള്ളിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് 2.5 എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി കൂടി പോകണ്ട കേട്ടോ, 1 മതി. അതേപോലെ തന്നെ ഒരു ക്യാപ്സിക്കം എന്തായാലും വേണം കേട്ടോ ഈ ഒരു ചോറിലേക്ക്. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, ഒരു 5-6 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ മല്ലിയില, പുതിനയില, കറിവേപ്പില. ഇത്രയും സാധനങ്ങളാണ് കേട്ടോ നമ്മളെ കബാബ് എന്നാണ് പറയുന്നത്. റൈസിലേക്ക് മട്ടൻ പുലാവിലേക്ക് വേണ്ട വെജിറ്റബിളൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ മല്ലിയില ഇത് മൊത്തത്തിൽ വേണ്ട കേട്ടോ. പുതിനയില ഉണ്ട് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ. മല്ലിയില നമുക്ക് എന്താ പറയുക സൂപ്പിലേക്കും കുറച്ച് വേണം. അപ്പോൾ ഞാൻ കുറച്ച് എടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ എടുക്കാം. പിന്നെ അങ്ങനെ പേസ്റ്റ് പോലെ ആക്കണ്ട കേട്ടോ. അപ്പോൾ ചതച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ പിന്നെ മുളക്, അതായത് എരിവിനനുസരിച്ചുള്ള ഒരു 3-4 പച്ചമുളകും ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് ഈ ഒരു മസാല, അതായത് പുലാവിനുള്ള മസാല റെഡിയാക്കുക. അതിനായിട്ട് ഇതുപോലത്തെ സ്റ്റീലിൻ്റെ ഒരു പാനാട്ട വെച്ചിട്ടുള്ളത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് കൊടുക്കട്ടെ. രണ്ടും കൂടെ മിക്സാണ്. ആ ഒരു ടൈമിൽ മട്ടന് 8 വിസിൽ വന്നിട്ട് ഞാൻ ഓഫാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് സ്റ്റീലിൻ്റെ കുക്കർ ആയതുകൊണ്ടാണ് 8 വിസിൽ, അല്ലെങ്കിൽ ഒരു 6 വിസിലൊക്കെ വേവലുണ്ട് കേട്ടോ. ഓഫാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെന്തോ നോക്കിയിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നെയ്യും ഓയിലൊക്കെ നല്ലോണം ചൂടായിട്ടുണ്ട്. ആ ഒരു ടൈമിൽ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയും ആ ഒരു മുളകില്ല
കട്ട് ചെയ്ത് വെച്ചാൽ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലോണം സോഫ്റ്റ് ആക്കിയിട്ട് നല്ലോണം വാട്ടിയെടുക്കണം. ഉള്ളി ഇങ്ങനെ കടിക്കാൻ കിട്ടരുതിട്ട് അതുവരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുക. പിന്നെ ഈ ഒരു മട്ടന് പകരം ചിക്കന് വെച്ചിട്ടും ഒക്കെ ചെയ്യട്ടോ. ചിക്കന് മാത്രം ഇതുപോലെ ഒറ്റ വിസിലാക്കി എടുത്താൽ മതി കേട്ടോ, കൂടുതൽ വേവിക്കേണ്ട, ഒറ്റ വിസിൽ അങ്ങനെ വേവിച്ചെടുത്താൽ മതി. ബീഫായാലും ഇതേപോലെ തന്നെ മട്ടന് വേവിച്ച പോലെ തന്നെ നമ്മൾ ബീഫിനനുസരിച്ചിട്ട് അങ്ങനെ വേവിച്ചെടുത്താൽ മതി കേട്ടോ. ഉള്ളി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ വേറൊരു അടുപ്പത്ത് ഒരു പാന് വെച്ചിട്ടുണ്ട്. അത് ചൂടായിട്ട് വരുമ്പം അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ഒരു 1/4 ഭാഗം എടുത്തിട്ട് എല്ലില്ലാത്ത കുറച്ച് പീസ്, എല്ല് സൂപ്പ് വെക്കാൻ എല്ല് വേണമല്ലേ, അപ്പോൾ അത് ഞാൻ അവിടെ കുക്കറിൽ തന്നെ വെക്കുന്നുണ്ട്. ബാക്കി നല്ല ഇറച്ചുള്ള പീസെല്ലാം എടുത്തിട്ട് പുലാവിലേക്ക് വേണ്ട ഒരു പീസെല്ലാം എടുത്തിട്ട് ഈ ഒരു പാനിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റായിട്ടുള്ള വേവാണ് കേട്ടോ. ഇനിയിപ്പം സൂപ്പിലേക്ക് നമുക്ക് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാനുണ്ട്, പക്ഷേ പുലാവിലേക്ക് ഇത്ര വേവ് മതി, നല്ലോണം ഉടയുണ്ടല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് പീസ് എടുത്തിട്ട് പാനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ആ പാനിലേക്ക് ചേർത്ത് കൊടുത്തില്ലേ അതിലേക്കാണ് കേട്ടോ. ഈ കുക്കർത്തത് ഞാനിവിടെ മാറ്റി വെക്കുന്നുണ്ട്. അതിലേക്ക് സൂപ്പാക്കാനുള്ളതാണ്, അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. മട്ടനെ വേവിച്ച ആ ഒരു വെള്ളമില്ലേ സോക്ക്, അത് നമുക്ക് കുറച്ച് ഈ ഒരു റൈസിലേക്ക് വേണം കേട്ടോ. അത് ഈ വെപ്പയാണ് എടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പെല്ലാം നമ്മൾ മട്ടൻ വേവിക്കുമ്പോൾ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് ആ ഒരു മട്ടൻ്റെ പീസെല്ലാം നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഈ ഒരു ടൈമിൽ. നമ്മളിപ്പോൾ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടില്ലല്ലോ, അങ്ങനെ പാനിലേക്ക് ഇറച്ചി ചേർത്ത് കൊടുത്തല്ലേ, കുറച്ച് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക, അങ്ങനെ അടി പിടിക്കാതിരിക്കാനാണ്. എന്നിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്. പിന്നെ ഉള്ളി ഒന്ന് ജസ്റ്റ് ഇങ്ങനെ വാടി വന്നാൽ, നല്ലോണം വാടിയിട്ടില്ല, അങ്ങനെ കുറച്ചെല്ലാം വാടി വരുന്ന ഒരു 1/4 ഭാഗം വെന്ത് കഴിഞ്ഞാലില്ലേ അതിലേക്ക് നിലക്കടലല്ലേ അത് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ പുലാവെല്ലാം ഉണ്ടാക്കുന്നത്, അപ്പോൾ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല രസമാണ്. ഇനിയിപ്പം നിങ്ങളടുത്ത് ബദാമോ കാഷ്യോ എന്ത് വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കട്ടോ. അപ്പോൾ അത് ചേർത്ത് കൊടുത്താൽ കുറച്ച് മുന്തിരി വേണമെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മുന്തിരിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ബ്ലാക്ക് അല്ല യെല്ലോ കളർ, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പം നിലക്കടല ചേർത്ത് കൊടുത്തൽ ഓപ്ഷനിലാണ് കേട്ടോ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ നമ്മൾ പുലാവ് പോലെ ആക്കുമ്പം നിങ്ങളിങ്ങനെ കടിക്കാൻ കിട്ടുമ്പം നല്ല രസമാണ്. ഇനിയിപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബദാമ എന്തായാലും കുഴപ്പമില്ല, പക്ഷേ ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ ഈ കഴിഞ്ഞ വ്ളോഗിലില്ലേ ഈ കാശ്മീരി മുളക് ഞാൻ കഴുകുന്നതെല്ലാം കാണിച്ചിനല്ലേ, അപ്പോൾ ഞാൻ കൂടുതൽ അതന്നെ കേട്ടോ യൂസ് ആക്കൽ. ഫാദുന് അതാണ് ഇഷ്ടം, എരിവില്ലാത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ ഞാനിങ്ങനെ എല്ലാ വ്ളോഗിലും ഇങ്ങനെ അതന്നെ യൂസ് ആക്കുന്നത് കണ്ടിട്ടായിരിക്കും എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ വ്ളോഗിൽ. എന്താ നിങ്ങളെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം കാശ്മീരി മുളകാണല്ലേ, ഇപ്പം മനസ്സിലായി കേട്ടോ എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു അങ്ങനെ ഒരു ഭയങ്കര ഒരു കോമഡി ആയിട്ടുള്ള ഒരു കമൻറ്റ് ഇട്ടാ. സത്യം പറഞ്ഞാൽ എനിക്ക് ഞാൻ നല്ലോണം ചിരിച്ചിന് കേട്ടോ. ഒരു 5 മിനിറ്റ് ഞാൻ അതന്നെ നോക്കിയിട്ടിരുന്നിന്. അപ്പോൾ ഫാദു വന്നപ്പോൾ ഫാദുവിൻ്റെ അടുത്തും പറഞ്ഞിട്ടാ. അപ്പം നിങ്ങളിങ്ങനെ ഓരോരോ കമൻറ്റെല്ലാം നല്ല രസത്തിൽ ഇങ്ങനെ എഴുതുമ്പം നല്ല രസമാണ് അത് വായിക്കാനെല്ലാം. അപ്പോൾ നിങ്ങളെന്തായാലും ലൈക്ക് ചെയ്യുന്നറിയാം, പക്ഷേ എല്ലാവരും ഒന്ന് കമൻറ്റ് കൂടെ ചെയ്യട്ടോ. ആരൊക്കെ എന്തെങ്കിലും കോമഡിയൊക്കെ ആയിട്ട് ഒരു കമൻറ്റും കൂടെ ചെയ്താൽ നമുക്ക് നല്ല രസമല്ലേ വായിക്കാൻ. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഉള്ളി നല്ലോണം വെന്തതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തതിന് അതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച തക്കാളി ചേർത്ത് കൊടുക്കുക. ഒറ്റ തക്കാളി മതി കേട്ടോ, അതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ തക്കാളി നല്ലോണം വേവിച്ചെടുക്കുന്നുണ്ട്. തക്കാളി ആയാലും ഉള്ളി ആയാലും ഒക്കെ നല്ലോണം വേവണം കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഒരു റൈസിന്. അപ്പോൾ തക്കാളി നല്ലോണം ഇങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ചപ്പം നല്ലോണം ഉടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ കട്ട് ചെയ്യുമ്പോൾ കട്ടില്ലാതെ കട്ട് ചെയ്താൽ മതി. എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ തക്കാളി വെന്ത് കിട്ടിക്കോളും. അപ്പോൾ നമുക്കില്ലേ ഒരു എന്താ പറയുക നല്ലൊരു കൊഴുമ്പ് പോലെ ആവും ഈ ഒരു മസാല. അപ്പോൾ റൈസിലേക്കും നല്ല രസമാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് തക്കാളിയെല്ലാം നല്ലോണം ഉടച്ചെടുക്കുക എന്ന് പറയുന്നത്. തക്കാളിയെല്ലാം നല്ലോണം വെന്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്താൽ പിന്നെ റൈസ് ചേർത്ത് കൊടുക്കുക. ഇത് ജീരകശാല അരിയിലാണ് കേട്ടോ ഇത് വെക്കുന്നത്, അതിലാണ് ടേസ്റ്റ് ഉണ്ടാവുക ഈ ഒരു പുലാവെല്ലാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റൈസ് ഞാൻ നല്ലോണം കഴുകിയിട്ട് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, വെള്ളം ഒട്ടും പാടില്ല കേട്ടോ. അപ്പോൾ 2 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ഊറ്റിയിട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഹൈ ഫ്ലെയിമിൽ വെക്കുക കേട്ടോ. റൈസ് ഇട്ട് കൊടുക്കുമ്പോൾ ഫ്ലെയിം കൂട്ടി വെക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കുക. ഒരു സ്മെല്ല് വരും, നല്ലൊരു വറുത്ത റൈസിൻ്റെ സ്മെല്ല് വരും, അതുവരെ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക, അടി പിടിക്കരുത്.
പോകരുത് കേട്ടോ. ഇനി റൈസ് വേവിക്കാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒരിക്കലും നമ്മൾ അരി വറുത്താൽ പച്ച വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ ഞാൻ ഒരടുപ്പത്ത് വെള്ളം കറക്റ്റ് അളന്നിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കപ്പ് അരിക്ക് 2 കപ്പ് എന്നുള്ള വെള്ളത്തിൻ്റെ അളവാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാനിപ്പോൾ 3 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് 1 കപ്പിൽ നമ്മൾ ആ ഒരു മട്ടൻ വേവിച്ച് വെച്ച അതിൻ്റെ ഒരു വെള്ളം ഉണ്ടായിരുന്നല്ലേ, അത് ഞാൻ ആദ്യം അളന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു എത്ര ഉണ്ടെന്ന്. അതൊരു കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കി 3 കപ്പ് വെള്ളം കേട്ടോ. അപ്പോൾ ടോട്ടൽ 4 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിലേക്ക് ഗരം മസാല പൗഡർ 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക കേട്ടോ. വേറെ ഗരം മസാല ഒന്നും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പൗഡർ 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെക്കട്ടെ, തിളക്കുന്നവരെ ഹൈ ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് തിളച്ചിട്ട് ഒന്നിങ്ങനെ വറ്റി തുടങ്ങിയാൽ പിന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങനെ വേവിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇതാ വെള്ളം വറ്റി, എന്നാലോ കുറച്ച് വെള്ളം താഴത്തുണ്ട്. റൈസിൽ കുറച്ചിങ്ങനെ കുഴഞ്ഞു കിടക്കുന്ന വെള്ളമുണ്ട്. ആ ഒരു ടൈമിൽ ഇതാ മൊത്തത്തിലൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിലാട്ടോ ഇതിലേക്ക് ക്യാപ്സിക്കം, മല്ലിയില, പുതിനയില ഇത് മൊത്തത്തിൽ ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് നല്ലോണം മിക്സ് ആക്കുക. പിന്നെ ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കണം കേട്ടോ. ഉപ്പ് അതിൻ്റെ ഇടയിൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ആദ്യം നമ്മൾ ഒരു മട്ടൻ വേവിച്ച് വെള്ളം ചേർത്ത് കൊടുത്തില്ല, അതിൻ്റെ ശേഷം ഉപ്പുണ്ടാകുന്ന നോക്കിയിട്ട് വേണം കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. അതൊന്ന് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോവും. എന്നിട്ട് ഇതാ നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇനിയിപ്പം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് 5 മിനിറ്റ് ഒന്ന് വെള്ളം വറ്റിച്ചെടുക്കണം. ഇനിയിപ്പോൾ അതാ നമ്മളെ മട്ടൻ്റെ സൂപ്പും ഞാനിപ്പം തന്നെ ഉണ്ടാക്കിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അതിനായിട്ട് ഇതാ ഒരു 1 or 2 ഉള്ളി, ഇത് ചെറിയ ഉള്ളി ആയതുകൊണ്ട് 2 എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി, ഇഞ്ചി വേണ്ട കേട്ടോ. പിന്നെ പച്ചമുളക്, അതിതാ നമ്മളെ മട്ടന് വേവിച്ച് വെച്ചില്ലേനോ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ എനിക്ക് 2 കൂടെ ചേർക്കേണ്ടി വന്നതുകൊണ്ടാണ് ഞാൻ മട്ടൻ ഇങ്ങനെ വേവിച്ചെടുത്തത് കേട്ടോ. അല്ല സൂപ്പ് മാത്രം ആക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ മട്ടന് വേവിക്കുമ്പോൾ തന്നെ അതിലേക്ക് മഞ്ഞപ്പൊടിയും കുരുമുളകും ഇട്ട് കൊടുത്തില്ല. ആ ഒരു ടൈമിൽ തന്നെ സൂപ്പ് മാത്രം ആക്കുക എന്നുണ്ടെങ്കിൽ ഈ ഒരു വെളുത്തുള്ളിയും ഉള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇഞ്ചി ചേർത്ത് കൊടുക്കണ്ട സൂപ്പ് ഉണ്ടാക്കുമ്പോൾ. എന്നിട്ട് ഇതാ ഇനിയിപ്പം മട്ടന് നല്ലോണം വേവിച്ചെടുക്കുന്നുണ്ട്. സൂപ്പിലേക്ക് നല്ലോണം വേവണമല്ലോ. അപ്പോഴേക്കും ഇതാ നമ്മൾ വെള്ളമെല്ലാം വറ്റിയിട്ട് ഞാൻ ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ലാസ്റ്റ് ദമ്മിടുന്ന ടൈമിൽ. എന്നിട്ട് ഇതാ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചാൽ ആ ഒരു മട്ടനില്ലേ അത് മൊത്തത്തിൽ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. പിന്നെ മല്ലിയില ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പം ഇത് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ദമ്മിടുക കേട്ടോ. അപ്പം ഞാനിപ്പം ചെറിയ അടുപ്പത്തേക്ക് മാറ്റുന്നുണ്ട്. കാര്യം അതിൽ ലോ ഫ്ലെയിമിൽ ചെറിയ തീയായിരിക്കും, അപ്പം അടി പിടിക്കില്ല. അപ്പം ചെറിയ അടുപ്പിലേക്ക് മാറ്റിയിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് 5 മിനിറ്റ് അവിടെ ദമ്മിട്ടിട്ട് അവിടെ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഞാനൊന്ന് കവർ ചെയ്തിന് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏക്കുതാ നമ്മൾ സൂപ്പ് നമ്മൾ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ടിട്ട് 2-3 വിസിലാക്കിയിട്ട് അവിടെ ഓഫാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതാ ഇതൊന്ന് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കണം കേട്ടോ. അതിലുള്ള ഇട്ട ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ നല്ലോണം ഒന്ന് ഉടച്ചെടുക്കണം. ഇതുപോലെ ഒരു മന്ദം കോൽ എടുത്തിട്ട് നല്ലോണം ഒന്ന് ഉടച്ചെടുത്താൽ മതി. ഈ ഒരു സൂപ്പിൻ്റെ റെസിപ്പിയും ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് അടിപൊളി സൂപ്പാണ്. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാലാണ് കേട്ടോ വേണ്ടത്. അപ്പം മാഗി കോക്കനട്ട് മിൽക്ക് പൗഡർ അന്നെൻ്റെ അടുത്തുണ്ടായിരുന്നത്. അതുതാ ഞാനൊരു 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് തിക്കായി കിട്ടാനാണ്, നമ്മൾ സൂപ്പ് തിക്കാവാനാണ് കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതാ നല്ലോണം ഒന്ന് മിക്സ് ആക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഈ ഒരു സൂപ്പിലേക്ക് ഈ നല്ലോണം ഉടച്ച് വെച്ച ഈ ഒരു സൂപ്പില്ലേ അതിലേക്ക് മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ആ ഒരു കോൺഫ്ലവറും ഒക്കെ ഒന്ന് നല്ലോണം ഒന്ന് വെന്ത് വരട്ടെ. ഈ ഒരു ടൈമിൽ ലാസ്റ്റ് തീ ഓഫാക്കാൻ ടൈമിൽ ഇതിലേക്ക് കുറച്ച് തോനെ മല്ലിയില, പുതിനയില വേണ്ട കേട്ടോ, മല്ലിയില കുറച്ച് തോനെ ചേർത്ത് കൊടുക്കുക കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ലെമണ് പിഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇപ്പം ചേർത്ത് കൊടുക്കുന്നില്ല, നമ്മൾ കുടിക്കുന്ന നേരത്താണ് കേട്ടോ ലെമൺ പിഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കൽ. ഈ ഒരു സൂപ്പ് ചൂടോട് കൂടി കുടിക്കണം. അപ്പോൾ ഇതിപ്പോൾ രാത്രിക്കൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചാട്ടോ സൂപ്പ്. റൈസ് ഇപ്പം കഴിക്കും. ഈ ഒരു സൂപ്പില്ലേ അപ്പോൾ അതിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ റെസിപ്പിയെല്ലാം ഞാൻ മുന്നേ ചെയ്തതാണ് കേട്ടോ. നമ്മൾ വീഡിയോ ഒക്കെ തുടങ്ങി ഒരു 6 മാസമെല്ലാം കഴിഞ്ഞ പാടന്നെ ഈ ഒരു റെസിപ്പിയെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ സബ്സ്ക്രൈബേഴ്സ് എല്ലാം വന്നില്ലേ, അപ്പോൾ അവർ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഏതായാലും ഞാൻ റെസിപ്പി ചെയ്യുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. നിങ്ങളെ വിലയേറിയ കമൻറ്റ് എന്തായാലും ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനിതാ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പും ഗ്യാസും ഒക്കെ ഒന്ന് തുടച്ചിട്ട് ക്ലീൻ ആക്കിയിട്ട് എടുക്കാനാ. താഴെ പിന്നെ ഞാൻ നേരത്തെ തന്നെ അടിച്ചെരിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് തുടക്കാനൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഒന്ന് അടിച്ചെരിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ ഒന്ന്
ജസ്റ്റ് ഒന്ന് കൈ ഓടിച്ചിട്ട് ഒന്ന് ക്ലീനിങ് എല്ലാം ചെയ്യുന്നുണ്ട്. ആ ഒരു ടൈമിലില്ലേ ഞാൻ എന്താ പറയുക ചെറുനാരങ്ങ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, വെള്ളം ഒഴിച്ചിട്ട് വെടക്കാവാതിരിക്കാൻ. അപ്പോൾ അത് കുറച്ചായി ഇരുന്നിട്ട്, അപ്പോൾ ഞാനതെടുത്തിട്ട് ഇതാ നല്ല തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടതിന് ശേഷം അവിടെ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ഉപ്പ് ഇട്ടിട്ട് മുളക് ഇട്ടിട്ട് അവിടെ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിപ്പോൾ അതാ ഞാൻ ബോട്ടിലേക്ക് ഒഴിച്ച് വെക്കുന്നുണ്ട്. ഒരു ഭരണിയിലേക്ക്, അത് പൊട്ടുന്ന ഭരണിയാണ് കേട്ടോ, അതിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഫുള്ളായിട്ട് ചൂടാറിയിട്ടില്ല. അപ്പോൾ അതവിടെ മൂടി തുറന്നിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ലെമൺ പിക്കിൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഒരു യെല്ലോ കളറുള്ള. അപ്പോൾ ഇതാ നമ്മൾ ആ റൈസ് ഇതാ ഞാൻ ദമ്മ് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. മാഷാ അല്ലാ നല്ല സ്മെല്ലുമാണ്, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇടയ്ക്ക് ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ. നമ്മൾ മട്ടൻ പുലാവ് ഇതിൻ്റേതായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. പിന്നെ അപ്പോൾ അത് ഉച്ചയ്ക്ക് കഴിക്കാനും വേണ്ടി വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനിതാ എടുത്തിട്ട് കഴിക്കലാന്ന്. പിന്നെ രാത്രി ഇതാ വൈകുന്നേരം ഒരു 7 മണിയെല്ലാം ആയപ്പോൾ അത് വന്ന് ഇനിയിപ്പം സൂപ്പും ചൂടാക്കി എടുത്തിട്ടുണ്ട്, ചോറും എല്ലാം കൂടെ ഒരുമിച്ചിട്ട് പിന്നെ കഴിച്ചിട്ട്. അപ്പോൾ സൂപ്പ് എടുക്കുന്നത് ഒന്നും കൂടെ കാണിച്ചതാണ്. അപ്പോൾ അടിപൊളിയാണ് സൂപ്പ്. പിന്നെ ഞാൻ നല്ലോണം ഒന്ന് തിളപ്പിച്ചിട്ട് ആ ഒരു ടൈമിൽ മല്ലിയില പുതിനയിലൊക്കെ കുറച്ചും കൂടെ ചേർത്തിട്ടുണ്ടേന്. ആ ഒരു ടൈമിൽ തന്നെ ലെമണും പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. പഠിച്ചോനെ ഈ ഒരു സൂപ്പും അടിപൊളിയാണ് കേട്ടോ. പിന്നെ എനിക്ക് ചുമൻ്റെ തൊണ്ടയ്ക്കുള്ള പ്രോബ്ലം ഉണ്ടായതുകൊണ്ടില്ലേ, ചൂടോട് കൂടി കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മാഷാ അല്ലാ നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പീസ് കുറേ ഞാൻ വ്ളോഗിലും ഒക്കെ ഉൾപ്പെടുത്തലുണ്ട് കേട്ടോ. അപ്പം നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടെ മറക്കരുത്. അപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ സൗണ്ടെല്ലാം പോയി തുടങ്ങിയിട്ടാ. ഇത്രയേ ഉള്ളൂ, അരമണിക്കൂറിനുള്ള സൗണ്ട് തന്നെ ഉണ്ടായിട്ടുള്ളൂ. ഓക്കെ ഇൻഷാ അല്ലാ ഇനി അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വരാം. അതുവരേക്കും ഓക്കെ ബൈ, താങ്ക് യു.